ഷൂട്ടിങ്ങിനായി സർവീസ് മാനുവൽ വയറിംഗ് ഡയഗ്രം ഉപയോഗിച്ച് സർക്യൂട്ട് പരിശോധിക്കുന്നതിനുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ വ്യായാമത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നത് സ്റ്റാർട്ടിംഗ് സർക്യൂട്ടിലെ ട്രബിൾ ഷൂട്ടിംഗ് ഡയഗ്നോസ് ചെയ്യുക, ലൈറ്റിംഗ് സർക്യൂട്ടിൽ ട്രബിൾ ഷൂട്ടിംഗ് നടപ്പിലാക്കുക. ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലുകളും: ഓടുന്ന അവസ്ഥയിലുള്ള ഒരു വാഹനം, ട്രെയിനീസ് ടൂൾ കിറ്റ്, മൾട്ടിമീറ്റർ, കോട്ടൺ വേസ്റ്റ്, മാഗ്നറ്റിക് സ്വിച്ച്, പെട്രോളിയം ജെല്ലി, ബ്രഷ്, വെർനിയർ കാലിപ്പർ. സ്റ്റാർട്ടിംഗ് സർക്യൂട്ടിൽ ട്രബിൾ ഷൂട്ടിംഗ് നടത്തി ഈ സെക്ഷൻ ആരംഭിക്കാം. ഇതിൽ ചില വ്യവസ്ഥകളും സ്ഥിതിയുടെ സാധ്യമായ കാരണങ്ങളും അതിൻ്റെ സാധ്യമായ തിരുത്തലുകളും നമ്മൾ ചർച്ച ചെയ്യും. ആദ്യം, മോട്ടോർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, മാഗ്നറ്റിക് സ്വിച്ചിൻ്റെ പ്രവർത്തന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ. സാധ്യതയുള്ള ഒരു കാരണം ബാറ്ററി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതാകാം. ഈ സാഹചര്യത്തിൽ ബാറ്ററി റീചാർജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. റീചാർജ് ചെയ്ത ശേഷം ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. വോൾട്ടേജ് 10-ൽ താഴെയാണെങ്കിൽ കാര്യമായ തകരാർ സൂചിപ്പിക്കുന്നു. ബാറ്ററി മാറ്റിസ്ഥാപിക്കുന്നത് നല്ലതാണ്. ബാറ്ററി ടെർമിനൽ കണക്ഷനിൽ എന്തെങ്കിലും മോശം കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് ബാറ്ററി ടെർമിനൽ വീണ്ടും ടൈറ്റ് ചെയ്യുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുക. വിഷ്വലി കൊറോഷൻ പരിശോധിക്കുക. ടെർമിനൽ കൈകൊണ്ട് കുലുക്കുക. ശരിയായ കോണ്ടാക്റ്റ് പരിശോധിക്കുക. അടുത്ത കണ്ടീഷൻ, മോട്ടോർ പ്രവർത്തിക്കുന്നില്ല, പക്ഷേ മാഗ്നറ്റിക് സ്വിച്ചിൻ്റെ പ്രവർത്തന ശബ്ദം കേൾക്കുന്നു. ഈ അവസ്ഥയിൽ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടോർ പ്രവർത്തിക്കുന്നു, പക്ഷേ ചെറിയ ടോർക്ക് കാരണം അത് വളരെ സാവധാനമാണ്. നേരത്തെ ചർച്ച ചെയ്തതുപോലെ ബാറ്ററിയും വയറിങ്ങും പരിശോധിക്കുക. അത് തൃപ്തികരമാണെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടോർ പരിശോധിക്കാൻ ആരംഭിക്കുക. ബ്രഷ് സ്പ്രിംഗ് പരിശോധിക്കാൻ ആരംഭിക്കുക. ദുർബലമായാൽ അത് നന്നാക്കാനോ മാറ്റിസ്ഥാപിക്കാനോ കഴിയും. ബ്രഷുകളുടെ അവസ്ഥ പരിശോധിക്കുക. അവ ശരിയായി ഇരിക്കുകയാണോ, അതോ ജീർണിച്ചതാണോ, അതോ സ്പ്രിംഗ് ദുർബലമാണോ എന്ന് പരിശോധിക്കുക. സ്റ്റാറ്റസ് റിപ്പയർ അല്ലെങ്കിൽ ബ്രഷ് അസംബ്ലി മാറ്റിസ്ഥാപിക്കുന്നതിനെ അടിസ്ഥാനമാക്കി ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്ററും ലെയർ ഷോർട്ട് സർക്യൂട്ടും കരിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടു പ്രശ്നങ്ങൾക്കും നമ്മൾ ആർമേച്ചർ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട്. ആർമേച്ചറിൻ്റെ പാളി ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ ആർമേച്ചർ മാറ്റിസ്ഥാപിക്കുക. ഇത് വിച്ഛേദിക്കപ്പെടുകയോ കത്തുകയോ തേയ്മാനം സംഭവിക്കുകയോ ചെയ്താൽ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ആർമേച്ചർ നന്നാക്കാനോ മാറ്റിസ്ഥാപിക്കാനോ കഴിയും. ആർമേച്ചർ പരിശോധിച്ച ശേഷം ഇപ്പോൾ നമുക്ക് ബുഷുകളിലേക്ക് പോകാം. ബുഷുകൾ കത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവസാനം അസാധാരണമായി തേയുകയാണെങ്കിൽ ബുഷുകൾ മാറ്റുക. കൂടാതെ ബ്രഷ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് അസംബ്ലി മാറ്റിസ്ഥാപിക്കുക. സ്റ്റാർട്ടിംഗ് മോട്ടോർ പ്രവർത്തിക്കുന്നു, പക്ഷേ ക്രാങ്ക് ചെയ്യുന്നില്ല എന്നതാണ് അടുത്ത കണ്ടീഷൻ. പീനിയൻ ടിപ്പിന് തേയ്മാനം സംഭവിക്കുകയോ ഓവർ റണ്ണിംഗ് ക്ലച്ച് കൃത്യമായി സ്ലിപ്പ് ആകുന്നില്ലെങ്കിൽ നമ്മൾ ഓവർ റണ്ണിംഗ് ക്ലച്ച് മാറ്റേണ്ടതുണ്ട്. ഓവർ റണ്ണിംഗ് ക്ലച്ചിൻ്റെ സ്ലൈഡിംഗ് ശരിയായില്ലെങ്കിൽ നമുക്ക് അത് നന്നാക്കാം. റിംഗ് ഗിയർ ടീത്തുകൾ തേഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈ വീൽ മാറ്റിസ്ഥാപിക്കുക. അവസാനത്തേത് നോയിസ് പ്രശ്നമായിരിക്കും. അസാധാരണമായി തേയുന്ന ബുഷ് കാരണം ശബ്ദം ഉണ്ടാക്കാം. അത് മാറ്റിസ്ഥാപിക്കുക. റിംഗ് ഗിയറിൻ്റെ തേഞ്ഞ പീനിയൻ അല്ലെങ്കിൽ ടീത്തുകൾ കാരണം ശബ്ദമുണ്ടാകാം. പീനിയൻ ഗിയർ അല്ലെങ്കിൽ ഫ്ലൈ വീൽ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് ഏക പരിഹാരം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വിഷയം ട്രബിൾ ഷൂട്ടിംഗ് ലൈറ്റിംഗ് സർക്യൂട്ടാണ്. നമുക്ക് തുടങ്ങാം. ഹെഡ്ലൈറ്റ് പ്രകാശിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സാധാരണമായ പ്രശ്നം. സാധ്യമായ ആദ്യത്തെ പ്രശ്നം ഹെഡ്ലൈറ്റ് സർക്യൂട്ട് ഫ്യൂസ് ആയിരിക്കും. ഫ്യൂസ് പോയാൽ അത് മാറ്റിസ്ഥാപിക്കുക. ബൾബിൻ്റെ വയർ കണക്ഷൻ അയഞ്ഞിട്ടുണ്ടാകും. വയർ ടൈറ്റാക്കിക്കൊണ്ട് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. വയറിങ്ങിൽ ഒരു തുറന്ന സർക്യൂട്ട് ഉണ്ടാകാം. അവിടെ റാങ്കിങ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് സഹായിക്കും. ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ ഫ്യൂസ് കത്തി നശിച്ചിട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ ബൾബ് മാറ്റിസ്ഥാപിക്കുക. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് തകരാറിലാണെങ്കിൽ സ്വിച്ച് മാറ്റുക. മറ്റൊരു തരത്തിലുള്ള കുഴപ്പം ഒരു ഹെഡ്ലൈറ്റ് പ്രകാശിക്കുന്നില്ല എന്നതാണ്. ഇതിനുള്ള കാരണങ്ങളും പ്രതിവിധികളും: വയർ കണക്ഷൻ അയഞ്ഞതായി തോന്നുകയാണെങ്കിൽ കണക്ഷൻ ടൈറ്റാക്കുക. വയർ തകരാറിലാണെങ്കിൽ വയർ ജംഗ്ഷൻ ബോക്സ് മാറ്റുക. എർത്ത് വയർ ശരിയായി കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബൾബ് പ്രകാശിക്കില്ല. അതിനാൽ എർത്ത് വയർ തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് തുരുമ്പ് വൃത്തിയാക്കുക. അവസാനത്തെ പ്രശ്നം ഹൈ അല്ലെങ്കിൽ ലോ ആയ ബീം പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. ബൾബ് ഹോൾഡർ വയറിന് ഒരു അയഞ്ഞ കണക്ഷൻ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും അയഞ്ഞ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ടൈറ്റാക്കുക. വാഹനത്തിൻ്റെ ഡിമ്മും ബ്രൈറ്റും സ്വിച്ച് തകരാറിലാണെങ്കിൽ സ്വിച്ച് മാറ്റുക. ബ്രേക്ക് ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ് അടുത്ത വിഷയം.
ബ്രേക്ക് ലൈറ്റ് പ്രകാശിക്കാത്തതാണ് ഏറ്റവും സാധാരണമായ പ്രശ്നം. ബൾബ് ഫ്യൂസ്ഡ് ആണോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ബൾബ് മാറ്റുക. ബൾബ് ഫ്യൂസ് പരിശോധിച്ച ശേഷം ഏതെങ്കിലും വയർ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്ന് മുഴുവൻ സർക്യൂട്ടും പരിശോധിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഓപ്പൺ സർക്യൂട്ട് കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ വയറുകൾ കണക്റ്റ് ചെയ്യുക. സാധ്യമല്ലെങ്കിൽ വയറുകൾ മാറ്റി സ്ഥാപിക്കുക. സർക്യൂട്ട് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ സർക്യൂട്ട് നന്നാക്കിയ ശേഷവും ബ്രേക്ക് ലൈറ്റ് പ്രകാശിക്കുന്നില്ല എങ്കിൽ ബ്രേക്ക് ലൈറ്റ് സ്വിച്ച് തകരാറിലാണോ എന്ന് പരിശോധിച്ച് അത് മാറ്റുക. അടുത്ത ഘട്ടം ബൾബിലേക്കുള്ള പവർ സപ്ലൈ പരിശോധിക്കുക എന്നതാണ്. എർത്തിങ് വയർ മൂലമോ പവർ സപ്ലൈ വേർപെട്ടത് കാരണമോ ബൾബിലേക്കുള്ള പവർ സപ്ലൈ തടസ്സപ്പെടാം. അതിനാൽ പവർ സപ്ലൈ പരിശോധിക്കുക. എർത്തിങ് വയർ വൃത്തിയാക്കുക. ഇവയെല്ലാം ശരിയാക്കി അതിനുശേഷവും ബ്രേക്ക് ലൈറ്റ് പ്രകാശിക്കുന്നില്ലെങ്കിൽ ബ്രേക്ക് ഓയിൽ ആവശ്യത്തിന് ഉണ്ടോ എന്ന് മാസ്റ്റർ സിലിണ്ടർ പരിശോധിച്ച് ബ്രേക്ക് ഓയിൽ വീണ്ടും നിറയ്ക്കുക. ബ്രേക്ക് ലൈറ്റ് എപ്പോഴും പ്രകാശിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. 2 പ്രശ്നങ്ങൾ കാരണം ഇത് സംഭവിക്കും. ഒന്ന്, ബ്രേക്ക് ലൈറ്റ് സ്വിച്ചിൻ്റെ തകരാറാണ്. സ്വിച്ച് മാറ്റുന്നതിലൂടെ ഇത് ശരിയാക്കാം. മറ്റൊരു കാരണം തെറ്റായ വയർ കണക്ഷൻ ആയിരിക്കും. അടുത്ത വിഷയം ബ്രേക്കിൻ്റെയും പാർക്കിംഗ് വാർണിംഗ് ലൈറ്റിൻ്റെയും ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ലിങ്കേജുകളിൽ തുരുമ്പോ ജോയിൻറ്റുകളിൽ കൊറോഷനോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. തുരുമ്പെടുത്താൽ ലിങ്കേജ് മാറ്റുകയും കൊറോഷൻ ഉണ്ടെങ്കിൽ ജോയിൻറ്റുകൾ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. സ്വിച്ച് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അത് തകരാറിലാണെങ്കിൽ സ്വിച്ച് മാറ്റുക. ഹാൻഡ് ബ്രേക്ക് ലിവർ പൂർണ്ണമായി റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ പാർക്കിംഗ് ലൈറ്റ് പ്രകാശിക്കും. വയർ കണക്ഷൻ അയഞ്ഞതാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ് വയർ കണക്ഷൻ പരിശോധിച്ച് ടൈറ്റ് ആക്കുക. ബ്രേക്ക് ലൈറ്റ് ബൾബ് ഫ്യൂസ് പരിശോധിച്ച് അത് മാറ്റുക. ബ്രേക്ക് ലൈറ്റിൻ്റെ മോശം എർത്തിങ് കാരണവും സർക്യൂട്ട് തകരാറിലായേക്കാം. അതിനാൽ എർത്തിങ് വയർ വൃത്തിയാക്കി വീണ്ടും ഘടിപ്പിക്കുക. ബ്രേക്ക് ലൈറ്റ് എപ്പോഴും കത്തുന്നതാണ് മറ്റൊരു പ്രശ്നം. 2 പ്രശ്നങ്ങൾ കാരണം ഇത് സംഭവിക്കും. മാസ്റ്റർ സിലിണ്ടറിലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അളവ് പരിശോധിച്ച് വീണ്ടും നിറയ്ക്കുക. ബൾബ് ഹോൾഡർ കേടായതാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ബ്രേക്ക് ലൈറ്റ് ബൾബ് ഹോൾഡർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അത് മാറ്റുക. വൈദ്യുതി വിതരണം തകരാറിലായിരിക്കാം. അതിനാൽ വൈദ്യുതി വിതരണം പരിശോധിച്ച് ശരിയാക്കുക. പെഡൽ ലിങ്കേജ് ശരിയായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ബ്രേക്ക് പെഡൽ ലിങ്കേജ് പരിശോധിക്കേണ്ടതുണ്ട്. അത് ശരിയല്ലെങ്കിൽ പരിഹരിക്കുക. ബ്രേക്ക് ലൈറ്റ് സ്വിച്ച് ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ സർക്യൂട്ട് ശരിയാക്കുക. ട്രബിൾ ഷൂട്ടിങ്ങിനായി സർവീസ് മാനുവൽ വയറിംഗ് ഡയഗ്രാം ഉപയോഗിച്ച് സർക്യൂട്ട് പരിശോധിക്കുന്നതിനെക്കുറിച്ച് ഈ വിഷയം സമ്മറൈസ് ചെയ്യാം. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഒരു സ്റ്റാർട്ടിംഗ് സർക്യൂട്ട്, ലൈറ്റിംഗ് സർക്യൂട്ട്, ബ്രേക്ക് ലൈറ്റിംഗ്, പാർക്കിംഗ് വാർണിംഗ് ലൈറ്റ് സിസ്റ്റം എന്നിവ എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്തുടരാവുന്ന പ്രതിവിധികൾ.